നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നേ വളരെ സിമ്പിളായിട്ട് ജീവിതം രക്ഷപ്പെട്ട് പ്രോസ്പെരിറ്റിക്ക് എത്താനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു തമ്പ്രൂളാണ്. വളരെ സിമ്പിളാണ് ആ തമ്പ്രൂള്. 50-50 തമ്പ്രൂൾ എന്നാണ് ഇത് പറയുക. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര രൂപ വരുമാനമുണ്ട്, നമ്മുടെ കുടുംബത്തിന് 50,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 25,000 രൂപ കൊണ്ട് ജീവിക്കാൻ പഠിക്കുക മാക്സിമം. റൈറ്റ്? 1,00,000 രൂപയാണ് നമ്മുടെ കുടുംബത്തിന് മൊത്തം വരുമാനമെങ്കിൽ മാക്സിമം 50,000 രൂപേൻ്റെ മുകളിൽ പോവാതെ ജീവിക്കാൻ പഠിക്കുക. റൈറ്റ്? ചെലവ് ബാക്കി പൈസ 50% നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, അതായത് പിന്നീട് ആ മണി വർക്ക് ചെയ്ത് നമ്മൾക്ക് മണി കൊണ്ടുവരുന്ന രീതിയിൽ, അതായത് ഐദർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ SIP പോലെയുള്ള അല്ലെങ്കിൽ കമ്പനികളിലോ ഓർഗനൈസേഷൻസിലോ കോർപ്പറേറ്റ്സുകളിലുള്ള ഷെയർസ് സോളിഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വല്ല ഗോൾഡോ അല്ലെങ്കിൽ വല്ല ഗവൺമെന്റ് ബോൺസോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധമായിട്ട് കൃത്യമായിട്ട് പോകും. ബിക്കോസ് ഇതിന് മുമ്പുള്ള പല വീഡിയോസിലും എങ്ങനെയാണ് മാസം 1,000 രൂപ SIP ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് റിട്ടേൺസ് വരാൻ സാധ്യതയുണ്ട്, 2,000 എത്ര വരും, 5,000 എത്ര വരും, എല്ലാ ഡീറ്റെയിൽ ഉണ്ട്. വളരെ കൃത്യമായിക്കൊണ്ട് ഈ 50-50 എന്നുള്ള റൂള്, തമ്പ് റൂള് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്താൽ ആരും നിങ്ങൾ എടുത്ത് നോക്കിക്കോളെ. ഏർലിയർ ബെറ്റർ. അതിപ്പോൾ 20-25 വയസ്സിൽ തുടങ്ങിയ നല്ല തന്നെയാണ്. അതിനിപ്പോൾ 30 വയസ്സായാലും 50 വയസ്സായാലും ഒരു കുഴപ്പമില്ല. ഏർലിയർ ബെറ്റർ. ആ സമയത്ത് അത് എത്ര ഉണ്ടെങ്കിലും അവിടെ തുടങ്ങാം. അതിപ്പോൾ വീടിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്ന EMI ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, കുഴപ്പമില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് നമ്മുടെ പേരിലുള്ള വീട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്ലിയർ ആയോ? അതേപോലെ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, SIPയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഗവൺമെന്റ് ബോണ്ടുകളിലേക്കുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബാക്കി 50% വേണം നമ്മൾ ഫീസ് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫിലിമിന് പോകാൻ, നമ്മുടെ വീട്ടിൽ ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്, ഹൗസ് ഹോൾഡ് സാധനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. ക്ലിയർ ആയാലോ? നിങ്ങൾക്ക് 50-50 തമ്പ്രൂള് ഇത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെൽത്തി ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ജനിച്ചു, എത്ര കഷ്ടപ്പെട്ടു, ഇതൊന്നും അതിനകത്ത് ഇമ്മറ്റീരിയലാണ്. നിങ്ങൾക്ക് 50-50 റൂള് ഫോളോ ചെയ്താൽ നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ സാമ്പത്തികമായിട്ട് വലിയൊരു ഭദ്രതയിരിക്കും, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും പ്രോസ്പെരിറ്റിക്കും എത്തുള്ള ഷുവർ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും Alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോള്യം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈസും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയും സൂപ്പർ എഫിഷ്യന്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ CT ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നു തന്നെ, കാസർഗോഡ് വന്നു തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.